മോർണിംഗ്. അന്നേരം ഇന്നിപ്പം ഒത്തിരി സങ്കടം സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം നമ്മളെ അനിലയുടെ ഹസ്ബൻഡ്, നമ്മളെ പത്തനംതിട്ടക്കാരി ചാനലുള്ള അനിലയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടവർ ഇന്നലെ രാത്രിയാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. എന്തോ വല്ലാത്തൊരു വിഷമമായി പോയി. അവളെ വീഡിയോസ് കണ്ട് കമന്റ് ഇട്ടതിന് ശേഷം ഒരു ലൈവിൽ കയറിയപ്പോഴാണ് ഞാനിത് അറിഞ്ഞത് കേട്ടോ. എന്തോ പെട്ടെന്ന് കേട്ടപ്പോൾ ഇല്ല വല്ലാത്തൊരു വിഷമമായി പോയി. നമ്മളെ സ്വന്തം കൂടപ്പിറപ്പിനെ എങ്ങനെയാണോ സംഭവിച്ചത് നമുക്ക് ഫീൽ ഉണ്ടാവും, അതേ ഒരു വിഷമമായി പോയി കേട്ടോ. നേരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. ദൈവം ആത്മാവിന് ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാണ്ട് അവൾക്കത് താങ്ങാനുള്ള ശക്തിയും ദൈവം കൊടുക്കട്ടെ എന്നല്ലാണ്ട് അതിലപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ നമ്മളെ അവസ്ഥ എന്താണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്നവരെ കാണാനില്ല നാളത്തേക്ക്. നേരെ ഇന്നിപ്പോൾ ഇത് രാവിലെ ലേശം നെയ്ച്ചോറെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ല. എന്നിട്ട് ലേശം അരിയിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതാ മത്തൻ കറി വെച്ചിട്ടുണ്ട്. നമ്മളെ കുഞ്ഞിക്കുടുക്കയിലാണ് കേട്ടോ കറി. കുഞ്ഞിക്കുടുക്കയിൽ ഇതാ മത്തൻ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം. ചോറൊക്കെ ആയിട്ടോ. കുഞ്ഞാപ്പൂ അതാ പുറത്ത് കളിക്കുന്നുണ്ട്. പൊന്നൂസ് ഇപ്പം എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അത് വിശേഷം എന്ന് പറഞ്ഞാൽ സങ്കടം വല്ലാണ്ടുണ്ട്. എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാനൊന്നും പറ്റണില്ല. എന്താണ് ദൈവമേ ഇങ്ങനെയെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. എന്താ ചെയ്യാല്ലേ, മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ, എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, നല്ല സന്തോഷത്തോടെ ജീവിക്കുക. കാരണം നാളെ നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടും ജീവിക്കുക. കാരണം ഇന്ന് കണ്ട നമ്മളെ നാളെ കാണാൻ പറ്റില്ല. ആ ഒരു വിചാരം എല്ലാവർക്കും എന്നും ഉണ്ടാവുക. ഇന്നത്തെ വിശേഷം, രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. കുഞ്ഞാപ്പ കുട്ടീനെയും കൂടെ ഒന്ന് കാണിച്ചോട്ടോ. ഒരു ഹായ് പറയേ, ഒരു ഹായ് പറയേ മുത്തുമണി, ഒരു ഹായ് പറയേ. എന്നാ ഇനി മുട്ടായി ഒന്നും മേടിച്ചല്ലോ, ഒരു ഹായ് പറയേ. ആള് ഭയങ്കര ഗമയാട്ടോ, അതുകൊണ്ടാണ് ഹായ് ഒന്നും പറയുന്നില്ല. ഭയങ്കര ഗമയാ, മുടി കെട്ടുന്ന ഗമയാണ്. എന്താ രാവിലെ തന്നെ കൂട്ടുകാരൻ കളിക്കാൻ വന്നിട്ടുണ്ട്. കൂട്ടുകാരൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരീനെ. മുടിയൊക്കെ കെട്ടി സുന്ദരി കോതയായിട്ടുണ്ട്. പൊന്നുതാ ടിക്കൊക്കെ വെച്ച് അല്ല ഇറുക്കിയൊക്കെ വെച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ. സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. ചക്കരേന്റെ കുപ്പായാണ് ഇട്ടിട്ടുള്ളത്. ചക്കരന്റെ കുപ്പിട്ട് മിടീന്റെ ടോപ്പാണ് കേട്ടോ. കുഞ്ഞാപ്പൂന് ഇങ്ങനെ കുറേ ഉണ്ട് ഇതേപോലത്തെ ഇവര് ലേശം ഇട്ടിട്ട്. അന്നേരം കുഞ്ഞാപ്പൂ കുട്ടിക്ക് വീട്ടിലിടാലോ ഇട്ട് കൊടുത്താണ്. സുന്ദരി ആയിട്ടില്ലേ ചോക്ക്, സുന്ദരി ആയോ ചോദിക്കേ. രാവിലെ തന്നെ എന്റെ അടുത്ത് എടുത്തുകൊണ്ട് തന്ന് ചെറുക്കണം പോലും. കളിക്കാൻ പോവാ ആ കച്ച രണ്ടും ഡ്യൂട്ടിക്ക് പോകാം കേട്ടാ.